അന്ധകാരത്തിൽ നിന്നെന്നെ വീണ്ടല്ലോ, ദിവ്യകാന്തിയിലെന്നെ നയിച്ചല്ലോ. അന്ധകാരത്തിൽ നിന്നെന്നെ വീണ്ടല്ലോ, ദിവ്യകാന്തിയിലെന്നെ നയിച്ചല്ലോ. തിരുസന്തതിയായി എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തിരുസന്തതിയായി എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ജീസസ് ലൈറ്റ് മിനിസ്ട്രിയുടെ രൂപം കൊണ്ടത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നശ്വരമായ ഈ ലോകത്തിൽ അന്ധകാര സമാനമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അനേക ഭക്തന്മാരെ ദൈവം രക്ഷയിലേക്ക് ആനയിക്കുവാനായിട്ട് മനസ്സു വെച്ചിട്ട് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് യേശു പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ അന്ധകാരത്തിൻ്റെ ആഴത്തിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്നതായ തൻ്റെ ഭക്തന്മാരെ അതിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് ആനയിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയിട്ട് യേശു അവരെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വീണ്ടെടുത്ത് നിത്യപ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവ്യ വെളിച്ചത്തിലേക്ക് വരുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് യേശു പറയുന്നു, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ അഥവാ എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇനി ഒരിക്കലും ഇരുളിൽ നടക്കാതെ അവൻ എന്നേക്കുമായി ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ നിത്യ വെളിച്ചമായിട്ടാണ്. അന്ധകാരം നിറഞ്ഞതായി ലോകത്തെ പ്രകാശമാനമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വന്നതിൻ്റെ ഉദ്ദേശം പാപത്തിൽ, അന്ധകാരത്തിൽ, കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെ നടുവിൽ നട്ടം തിരിഞ്ഞ് ഉഴലുന്നതായ തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അല്ലെങ്കിൽ അവരെ നിത്യരക്ഷയിലേക്ക് വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്, എൻ്റെ പിന്നാലെ വരുവേൻ. നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവൻ ആരും ഒരിക്കലും ഇനി ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി അവൻ മാറുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക. നമുക്ക് എത്ര പേർക്ക് യേശുവിൻ്റെ പിന്നാലെ ചെല്ലുവാനായിട്ട് കഴിയും? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാൻ പാപത്തിനോ ശാപത്തിനോ ഒന്നും അടിമയല്ല. എന്നാൽ അങ്ങനെ പറയുന്നവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു എങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു സർവശക്തനായ നിത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. നമുക്കറിയാം, സൂര്യൻ്റെ പ്രകാശം ഏറ്റിട്ട് രാത്രികാലങ്ങളിൽ ചന്ദ്രൻ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ നിത്യ വെളിച്ചം ഏറ്റിട്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാൻ, ആ പ്രകാശം പരത്തുവാനായിട്ട് നമുക്കിടയായി തീരണമെങ്കിൽ ആ ദിവ്യ വെളിച്ചം നമ്മുടെ ഉള്ളങ്ങളിലും പ്രകാശിച്ചെങ്കിൽ മാത്രമേ അതിന് നമുക്കിടയായി തീരുകയുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മൾ ഓർക്കണം, ഇരുട്ടിൽ തെളിയുന്ന ഒരു തിരിക്ക് മാത്രമേ നന്നായിട്ട് പ്രകാശം കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ ഉദ്ദേശം കഷ്ടത കൊണ്ട് വലയുന്നതായ, ഒരു ലക്ഷ്യവുമില്ലാതെ നിരാശയിൽ കഴിയുന്നതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിത്യരക്ഷയിലേക്ക് വരുത്തുവാൻ, ആ കഷ്ടത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന്, ദുഃഖത്തിൻ്റെ നിരാശയിൽ നിന്ന്, അതേ പാപത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ കരം പിടിച്ചുയർത്തുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശുവിന് മനസ്സുണ്ട്. ആ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ.
എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇനി ഒരിക്കലും ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും എന്ന ദൈവവചനം പറയുന്നു. യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. മാത്രമല്ല, യഹോവയായ ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആ നിത്യ തേജസ് നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുവാനായിട്ട് കഴിയത്തക്ക നിലവാരത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നന്മയും പ്രസാദവും ഉള്ള വ്യക്തികളായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവപ്രകാശം മറ്റുള്ളവരിലേക്ക് പകർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. പകൽ പ്രകാശിക്കുന്ന ഒരു തിരിക്കും നല്ല പ്രകാശം കൊടുക്കുവാനും കഴിയത്തില്ല. കാരണം സൂര്യൻ്റെ പ്രകാശത്തിൽ മറ്റെല്ലാ പ്രകാശങ്ങളും നിഷ്ഫലമായി പോകും പുറമേയുള്ള ആ കാലഘട്ടങ്ങളിൽ. എന്നാൽ ഒരു മുറിയുടെ അകത്തിരിക്കുന്ന ഒരാൾക്ക് ലൈറ്റിൻ്റെ വെളിച്ചം പ്രകാശം തോന്നും. ആ പ്രകാശം അവരെ പ്രകാശിപ്പിക്കും. എന്നാൽ ഇരുട്ടിൽ തെളിയുന്ന ഒരു തിരിക്ക് പ്രകാശം കൊടുക്കുവാൻ കഴിയുന്നത് പോലെ മറ്റാർക്കും പ്രകാശം കൊടുക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുന്നു, വചനം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം: വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അത് സത്യമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ വെളിച്ചത്തിന് ഇരുളിനെ പിടിച്ചടക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കഷ്ടതയോ കണ്ണുനീരോ ദുഃഖമോ നിരാശയോ ഏതവസ്ഥയിലോ ആയിരിക്കുന്ന തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് എല്ലാ സമയത്തും പ്രവർത്തിക്കുവാൻ കഴിയുന്ന, പ്രകാശം പരത്തുവാൻ കഴിയുന്ന ഒരു നിത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുന്നതായ ദൈവവചനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കാരണം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതായ സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പൂർവ്വകാലങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു നിത്യ വെളിച്ചമായി ഏത് മനുഷ്യൻ്റെയും ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കുന്ന, ഏത് മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സത്യവെളിച്ചമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ആ വെളിച്ചം പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ച് അനേകരെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ആ നിത്യരക്ഷയിലേക്ക് ആനയിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. അതുകൊണ്ട് യേശു പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇനി ഒരു നാളും ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി മാറും എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ സത്യവെളിച്ചം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് ലോകത്തെ പ്രകാശിപ്പിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തു അത്രേ ഈ സത്യവെളിച്ചം. ഈ സത്യവെളിച്ചത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഏറ്റുകൊണ്ട് ലോകത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചുകൊണ്ട് കഷ്ടത്തിലോ കണ്ണുനീരിലോ നിരാശയിലോ ദുഃഖത്തിലോ ആയിരിക്കുന്ന ആളുകളെ കണ്ടറിഞ്ഞ് അവരെ ഈ നിത്യ വെളിച്ചത്തിലേക്കും നിത്യപ്രകാശത്തിലേക്കും നിത്യതയിലേക്കും കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി നാം മാറുവാൻ നാം ചെയ്യേണ്ട സംഗതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുക. യേശു വിളിക്കുന്നു: നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ, എൻ്റെ പിന്നാലെ വരുവിൻ. എന്നെ അനുഗമിക്കുന്നവൻ ആരും നീ ഒരു നാളും ഇരുളിൽ നടക്കാതെ അവൻ എന്നേക്കുമായി ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യം യേശു പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അങ്ങനെ പറയുവാനുള്ളതായ കാരണം ലോകത്തിൽ അന്ധകാരമുണ്ട്, പാപമുണ്ട്,
പാപത്തിൻ്റെ ആഴങ്ങളിൽ വീണുപോയതായ അനേക ഭക്തന്മാരുണ്ട്, ദൈവത്തിൻ്റെ മക്കളുണ്ട്. അവരെല്ലാം ഇതിൽ നിന്ന് വീണ്ടെടുത്ത് ആ നിത്യരക്ഷയിലേക്ക്, ആ നിത്യപ്രകാശത്തിലേക്കൊന്ന് ഉയർത്തിയെടുക്കുവാനായിട്ട് കർത്താവ് ഈ താണലോകത്തിലേക്ക് ദൈവപുത്രനായിട്ട് വരുവാനിടയായി ജഡാവതാരമെടുത്തു. മനുഷ്യപുത്രനായി വേഷം കൊണ്ട് മനുഷ്യനായി മാറിയെങ്കിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന നിത്യ വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്നത് അന്ധകാരത്തിലായിരിക്കുന്ന നമ്മെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോടു കൂടെ നിത്യകാലം വാഴുവാൻ, ആ നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട്, ആ നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, ആ നിത്യപ്രകാശത്തിൽ നമ്മൾ നിത്യകാലം വാഴുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അതുകൊണ്ട് ആ നിത്യ വെളിച്ചത്തിലേക്ക്, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ കടന്നു ചെന്ന് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായി ആ നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ സർവശക്തനായ കർത്താവ് എല്ലാവിധ കൃപയും അനുഗ്രഹങ്ങളും ഈ വാക്യങ്ങളിലൂടെ, ഈ വചനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ പ്രകാശത്തിലേക്ക് ആകൃഷ്ടരായി നിത്യ വെളിച്ചത്തിൽ പ്രവേശിക്കുവാൻ സർവശക്തനായ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.